അതെ നാളത്തെ കാര്യങ്ങൾ എന്തൊക്കെ വെച്ചാൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. അല്ലാണ്ട് വെറുതെ നേരം വിളിച്ചാൽ അതിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞിട്ട് പിന്നെ സമയം പോയി വേണ്ട കാര്യമില്ല. ഞാനൊരു അഭിപ്രായം പറട്ടെ. നാളെ എന്തായാലും അധികം ഓടിപ്പാച്ചില് വേണ്ട. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇന്ന് തന്നെ കടലിൽ കുളിച്ചിട്ടൊക്കെ ആകെ കയ്യും കാലൊക്കെ വേണിച്ചിട്ടോ അയ്യങ്ങായി. അതിനൊക്കെ ആയുർവേദ തിരുമ്പ് നടത്താന്ന്. ആകെ 2 ദിവസം കൊണ്ട് അതിന്റെ ഇടയിൽ ആയുർവേദ തിരുമ്പ് എങ്ങനെ നടക്കണേ? ഇക്ക് ഒരാഗ്രഹമുണ്ട്. നമ്മള് ഇപ്പോ ചെറായിലാണല്ലോ ഇരിക്കണം. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ബോൾഗാട്ടി പാലസ് ഇല്ലേ എറണാകുളത്ത്, കൊച്ചിയില്? അവിടെ ബോട്ടിംഗ് ഉണ്ട്. അതിന് പോയാലോ? ബോട്ടിംഗ് പോയിക്കോട്ടെ. ബോട്ടിംഗും പോവാം. നമുക്ക് മെട്രോയിൽ ഒന്ന് കയറാം. മെട്രോയില് കയറാം. അടിപൊളി. മെട്രോയിൽ എനിക്ക് പേടിയാണ്. ഏടെ ചങ്ങായി സാധാരണ തീവണ്ടി മാതിരി തന്നെ. അതെ, പക്ഷെ അതിന്റെ ടിക്കറ്റ് എടുത്താ ഓരോ ക്വാർട്ടർ കൊടുക്കണ്ട ഓരോരുത്തർക്ക്. എന്ത് ഓരോ ക്വാർട്ടർ കിട്ടുമെന്ന് ടിക്കറ്റ് എടുത്താ. എന്താ പേടിയില്ലേ? ഓടാടുന്നത് വെറുതെ. അല്ല അങ്ങനെയാണെങ്കിൽ മൂപ്പര് വരും വരും. അപ്പൊ അങ്ങനെ മെട്രോയിലൊന്ന് കയറാം. പിന്നെ ബോൾഗാട്ടി പാലത്തിലൂടെ നമുക്ക് ബോട്ടിംഗ് നടത്താം. ബോട്ടിംഗ്, ഒരു സിനിമയും കാണാം. സമയം ഉണ്ടെങ്കിൽ സിനിമ കാണാം. സമയം ഉണ്ടാവൂല. പിന്നെ ഏത് സിനിമ ആണ്? ഏതെങ്കിലും ഒരു പടല്ലേ? നല്ല തമാശ പടം എന്തെങ്കിലും കണ്ടാ പോരെ? തമാശയൊന്നും ഇപ്പോഴത്തെ പടത്തിലില്ല. പിന്നെ ഇപ്പൊ സീരിയസ് കാണാൻ എന്താ സിനിമക്കോണ് വീട്ടിലിരുന്നാ പോലെ. ഏതെങ്കിലും പറഞ്ഞാൽ സെക്കൻഡ് ഷോന് കയറാം നമുക്ക്. എന്നിട്ട് ഇങ്ങോട്ട് തിരിക്കാം. സിനിമ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോരാം. അങ്ങനെ ചെയ്യാം. അപ്പൊ രാവിലെ നമ്മൾ നേരെ ബോൾഗാട്ടി, ഇത് കഴിഞ്ഞിട്ട് ബോട്ടിങ്, മെട്രോ, മെട്രോയില് കയറാം. നല്ല സമയം ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം ഒരു സിനിമയും കാണാം. സിനിമ കാണാം. സിനിമ നമുക്ക് വേണമെങ്കിൽ അവിടെയും കണ്ടുകൂടെ? അന്നൊരു പണി ചെയ്യാം. നമുക്ക് അതിരപ്പള്ളിക്ക് വിട്ടല്ല, ചാലക്കുടിക്ക് 1 മണിക്കൂറുള്ളൂ. അടിപൊളി. വെള്ളച്ചാട്ടത്തിലൊന്ന് മുങ്ങിക്കിടക്കാം. അതിരപ്പള്ളി വായിച്ചാൽ അത് വേണമെങ്കിൽ മെട്രോ വേണമെങ്കിൽ ഒഴിവാക്കിയോ, എന്നാലും വേണ്ടില്ല, അവിടെ പോവാം നമുക്ക്. സൂപ്പറാണ്. ഇന്നൊരു കാര്യം, മെട്രോ വേണ്ട. മെട്രോ എനിക്ക് പേടിയാണ് സത്യം. വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ഭാര്യ കുട്ടികളായിട്ട് പിന്നെ പള്ളിയിൽ നടക്കണം. അപ്പൊ നമുക്ക് നേരെ അതിരപ്പള്ളിക്ക് പിടിക്കാം. അതിരപ്പള്ളിക്ക് പിടിക്കാം അല്ലേ? അതായത് അപ്പൊ ഒന്നുകൂടി പറയും. ഫസ്റ്റ് രാവിലെ നേരത്തെ എണീക്കുക, ബോൾഗാട്ടി പോവാ, ബോട്ടിങ്. അത് കഴിഞ്ഞാൽ നേരെ അതിരപ്പള്ളിക്കാ വിടുക. അതിരപ്പള്ളിക്കാണ് വിടുക. അത് കഴിഞ്ഞിട്ട് മതി സിനിമ. ഇന്ന് ആ ബാക്കിയുള്ളത് ഇങ്ങനെ എടുത്തോ. ഏത് ഏതാ? അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ അപ്പളോ കഴിഞ്ഞു. അത് കൊള്ളാലോ. അതെ, ഇതൊക്കെ നല്ല ദൃശ്യട്ടോ. ഇതല്ലേ കാഴ്ച, അതല്ലേ കാണണ്ടേ. ഞാനേ ഒരു സാധനം മേടിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇനി വേണ്ട, പരീക്കാക്ക് വേണ്ട, ഞാൻ നോക്കട്ടെ. എന്താ ഇന്റെ മൂടുകൾ? നിങ്ങൾ രണ്ടാളത് കഴിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കും, പിന്നെ ഞാനാകെ ഒറ്റപ്പെടും. എന്താ മനുഷ്യനാവേ? വെറുതെ അല്ലാത്ത ആൾക്കാർ പറഞ്ഞു ഈ കടലും ആനയും ആകാശമൊക്കെ വല്ലാത്തൊരു സംഭവം തന്നെയെന്ന് പറഞ്ഞു. കണ്ടോണ്ടിരിക്കുക രസമല്ലേ? ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണേ, അതാണ് കാര്യം. അല്ലേ? പിന്നെ അകലേ അകലേ അജ്ഞാത ദീപിലേ അരയന്നങ്ങളെ തിരമാലകളെ ആരുദൂതിലയച്ചു നിങ്ങളെ ആരുദൂതിലയച്ചു.